ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ റോഡിൻ്റെ ഫ്രണ്ടിൽ ഒരു പശു ചാണകം ഇട്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ബക്കറ്റിൽ കോരി കലക്കി ചെടിക്കെല്ലാം ഒഴിക്കുവാണ് ഗൈസ്. ഈ ഇരിക്കുന്ന ചെടിക്കെല്ലാം ഒഴിച്ചതാണ്, ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇനിയും കുറച്ച് അപ്പുറത്തിരിക്കുന്ന ചെടികൾക്ക് ഒഴിക്കണം ഗൈസ്. ഇതൊക്കെയാണ് ഗൈസ് ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ. അത്യാവശ്യം ചെടിയുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞില്ല, എന്നാലും അത്യാവശ്യം നല്ല ചെടിയുണ്ട് ഗൈസ്. ഞാൻ ഇവിടെ ഒരു മതിലിൻ്റെ ഒരു ഗ്യാപ്പിൽ മണ്ണ് നിറച്ചിട്ട് അല്ലാതെ തന്നെ ചെടി വെച്ചേക്കാം. നമുക്ക് തറയിൽ ചെടി വെക്കാൻ ഒത്തിരി സ്പേസ് ഒന്നുമില്ല ഗൈസ്. ബൊഗെയിൻവില്ല ഒരു ചട്ടിയിലുണ്ട്, അതിന് കുറച്ച് ഒഴിച്ചു. എല്ലാത്തിനും ഓരോ കപ്പ് വീതമാണ് കേസ് ഒഴിക്കുന്നത്. ഇത്ര അല്ലായിരുന്നു, കുറച്ച് അപ്പുറത്ത് ഒഴിച്ചത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. 10 മണിക്ക് ഒഴിച്ചു കേസ്. ഈ 10 മണിയുടെ കാര്യം ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ പറയാം. അങ്ങനെ 3-4 ചെടികൾക്ക് ഒഴിച്ചു കേസ്. നല്ല ഫ്ലവറിങ്. എനിക്ക് തോന്നുന്നു ഈ ചാണകത്തിൻ്റെ ഈ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലതാണ്, ജൈവവളം അല്ലേ, എന്തുകൊണ്ടും രാസവളത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് ജൈവവളമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിഞ്ഞുകൂടാ. റോസ ഉണ്ട് കേസ്, റോസ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അങ്ങനെ അതൊഴിച്ചു. റോസയ്ക്കും കുറച്ചൊഴിച്ചു. റോസയുണ്ട്, അവിടെ ഫുൾ കാടായിരുന്നു കേസ്. അതൊക്കെ ഞാൻ നേരത്തെ വൃത്തിയാക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കേസ്. ഇനി ഞങ്ങളുടെ അപ്പുറത്തും ഇത് റോഡാണ്. ഇപ്പോൾ ഈ കാണുന്ന സൈഡ് കണ്ടോ, അത് റോഡാണ്. അതിൻ്റെ അപ്പുറത്താണ് ഞങ്ങളുടെ പട്ടിക്കൂടൊക്കെ ഇരിക്കുന്നത് കേസ്. ഈ ചെടിയുടെ പേരറിയും, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അതിൻ്റെ പേര് മോർണിംഗ് ഗ്ലോറി എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ എങ്ങാണ്ടാന്ന് തോന്നുന്നു കേസ്. ഞാൻ പിന്നെ ആ 10 മണിയുടെ അവിടെ തന്നെ വന്നിരിക്കുവാണ് കേസ്. ഞാൻ ഈ താഴ്ന്നെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ കപ്പി കോരിടുന്നതാണ്, ഞാൻ തന്നെയല്ലേ വീഡിയോ എടുക്കുന്നത് കേസ്. ഇത് പിന്നെ ഈ ജമാന്തിക്ക് ഒഴിച്ചു ഗൈസ്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ പട്ടിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വണ്ടി പോയപ്പോൾ കളിക്കുന്നു ഗൈസ്. ഇതിൻ്റെ കഥയുണ്ട് ഗൈസ്, ഇത് ഞാൻ പറഞ്ഞു.